ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇത് തമ്മിൽ കണ്ട പോലെ തന്നെ ഒരു ഡേ ഇൻ മൈ ലൈഫ് വ്ലോഗാണ്. പ്രത്യേകിച്ച് കണ്ടതൊന്നുമില്ല. എൻ്റെ ഒരു ഹോളിഡേ, ഞാനിപ്പോൾ ഖത്തറിലാണ്. അപ്പോൾ എൻ്റെ ഒരു ഹോളിഡേ എങ്ങനെ പോകണം എന്നുള്ളതാണ്. ആക്ച്വലി ഈ ഒരു കണ്ടന്റ് എനിക്ക് എടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ നാട്ടിൽ നിന്ന് വിചാരിച്ചത് എടുക്കണമെന്ന്, പക്ഷേ പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ലാത്തതുകൊണ്ട് ഞാൻ വിചാരിച്ചു എന്നാ വേണ്ട എടുക്കണ്ടെന്ന് പറഞ്ഞാൽ അങ്ങനെ ലാഗ് ചെയ്ത് വിട്ടൊരു ടോപ്പിക്കാണിത്. ഇവിടെ എത്തിയപ്പോൾ ഇത് എടുക്കാൻ തോന്നാൻ കാരണം ഞാനിവിടെ ആദ്യമായിട്ടാണ്, ഒറ്റയ്ക്കാണ്. എനിക്ക് ആരും മീൻസ് ഞാനൊരു ബെഡ് സ്പേസിലാണ് താമസിക്കുന്നത്. പക്ഷേ എനിക്ക് റൂംമേറ്റ് പോലും എത്തിയിട്ടില്ല. ഒറ്റയ്ക്കാണ്. ഇവിടെ പരിചയമുള്ള ആരുമില്ല. ഒറ്റയ്ക്കുള്ളൊരു ലൈഫാണ്. നാട്ടിൽ നിന്നാകുമ്പോൾ ഞാൻ എല്ലാത്തിനും അമ്മയെ ഡിപ്പെൻഡ് ചെയ്യും. അമ്മയെ ഇതെന്നൊക്കെ പറഞ്ഞ് എല്ലാത്തിനും ഞാൻ അമ്മയെ ഡിപ്പെൻഡ് ചെയ്യും. അപ്പോൾ ഇവിടെ എത്തിയപ്പോൾ എനിക്ക് തന്നെ ഒരു മെൻ്റൽ സാറ്റിസ്ഫാക്ഷൻ, ഞാൻ എന്തൊക്കെയോ കാര്യങ്ങൾ ഒറ്റയ്ക്ക് ചെയ്യുന്നുണ്ടല്ലോ, ഒറ്റയ്ക്ക് താമസിക്കാനുള്ളൊരു ധൈര്യം ഉണ്ടല്ലോ എന്നുള്ളൊരു തോട്ട് എനിക്ക് വന്നപ്പോൾ എന്നാൽ പിന്നെ ഒരു വ്ളോഗ് അങ്ങ് എടുത്ത് കളയാം എന്ന് വിചാരിച്ചിട്ട് എടുക്കുന്ന വ്ളോഗാണ്. ഞാൻ എല്ലാം കഴിഞ്ഞതിന് ശേഷം ലാസ്റ്റാണ് ഇൻട്രോ എടുക്കുന്നത് കേട്ടോ. പിന്നെ ഇവിടെ എനിക്ക് ട്രൈപോഡ് ഇല്ലാത്തതുകൊണ്ട് കുറേ ലിമിറ്റേഷൻസ് ഉണ്ട്. എന്നാലും ജസ്റ്റ് എന്താ പറയുക, ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ ഒരു മെമ്മറി ക്രിയേഷൻ കൂടിയാണ് ഈ വ്ളോഗ്. ഗുഡ് മോർണിംഗ്. അപ്പോൾ രാവിലെ എഴുന്നേറ്റു. ഇവിടെ സമയം ഏകദേശമല്ല, കറക്റ്റ് സമയം പറയാം. സമയം ഒരു 8:45 കേട്ടോ. ഇന്ന് കുറച്ച് നേരത്തെയാണ്. ഞാൻ ഹോളിഡേ ഇതിനും വൈകിട്ടാണ് എണീക്കാറ്. അപ്പോൾ ഇനി എന്താണ്, എഴുന്നേറ്റു, ബെഡ്ഷീറ്റൊക്കെ ഒന്ന് വിരിച്ച് വയ്ക്കണം. അത് ഞാൻ നാട്ടിൽ നിന്നും ചെയ്യാറുണ്ട്. ആൻഡ് ഇവിടെ ഭയങ്കര ചൂടാണ്. അപ്പം ഞാൻ വെള്ളം ഇപ്പോൾ നിർബന്ധമായിട്ട്, അല്ലെങ്കിൽ വെള്ളം കുടി കുറച്ച് കുറവാണ്, ഇപ്പോൾ നിർബന്ധമായിട്ട് ഞാൻ വെള്ളം കുടിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ തൊട്ടടുത്ത് തന്നെ വെള്ളം ഉണ്ടാവും. അപ്പോൾ ഈ വെള്ളം അത്യാവശ്യം കുറേ കുടിച്ചിട്ടാണ് എൻ്റെ ഒരു ദിവസം തുടങ്ങുന്നത്. ഇങ്ങനെ ബെഡ്ഷീറ്റൊക്കെ മടക്കി വെച്ച് ബ്രഷ് ചെയ്യാൻ പോയി. ഞാൻ ബ്രഷൊക്കെ ചെയ്ത് വന്നു. ഇന്ന് എൻ്റെ ഹെയർ വാഷ് ഡേ ആണ്. എനിക്ക് കുളിക്കണം. അതായത് ഞാൻ ഡെയിലി തലയിൽ വെള്ളം നനയ്ക്കുന്ന ഒരാളല്ല. ഓൾട്ടർനേറ്റീവ് ഡേയ്സ് ഹെയർ വാഷ് ചെയ്യുന്ന ഒരാളാണ്. പ്രത്യേകിച്ച് ഇവിടെ ക്ലോറിൻ വാട്ടറും കൂടി ആയതുകൊണ്ട് എനിക്ക് സ്കിന്നിന് ഓൾറെഡി എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. അപ്പം ഈ ഹെയറും കൂടി കളയണ്ടെന്ന് വിചാരിച്ചിട്ട് ഓൾട്ടർനേറ്റീവ് ഡേയ്സിലാണ് ഹെയർ വാഷ് ചെയ്യാറ്. അപ്പോൾ അതിന് മുമ്പ് എനിക്ക് ഭയങ്കര വിശക്കുന്നുണ്ട്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. അപ്പോൾ ഇന്നത്തെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ബ്രെഡും എഗ്ഗും പാലും പിന്നെ കുറച്ച് നട്ട്സും. ഓക്കെ, അപ്പോൾ ഇതാണ് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ്. ഇത് കഴിഞ്ഞിട്ട് ഇനി കുളിക്കാൻ പോവുകയാണ്. അപ്പോൾ കുളിക്കാനുള്ള ടൂൾസൊക്കെ റെഡിയാണ്. ഇതൊരു സ്കിൻ ഓയിലാണ് കേട്ടോ. എം എസ് സ്കിൻ കെയർ ഓയിലാണ്. MS ബ്രാൻഡിൻ്റെ MS സ്കിൻ കെയർ ഓയിലാണ്. അതായത് ഞാൻ പറഞ്ഞല്ലോ, ഇവിടുത്തെ ക്ലോറിൻ വെള്ളം കാരണം എനിക്ക് ഭയങ്കരമായിട്ട് സ്കിന്ന് ഡ്രൈ ആയിട്ട് വയ്യ. അപ്പോൾ ഇന്നൊരു ഡീറ്റെയിൽ ആയിട്ട് കുളിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പിന്നെ ഈ സ്കിൻ കെയർ ഓയിലൊക്കെ ബോഡിയിൽ അപ്ലൈ ചെയ്തിട്ട്, പിന്നെ അതേപോലെ തന്നെ ഷാമ്പൂ വാഷൊക്കെ, ഹെയർ വാഷ് ഉണ്ടല്ലോ, ഷാമ്പൂ വാഷൊക്കെ ചെയ്ത് എന്നെ സെൽഫായിട്ട് കെയർ ചെയ്യുന്ന ഒരു ഡേ കൂടിയാണിത്. അങ്ങനെ കുളിച്ച് റെഡിയായി. ഇനി അത്യാവശ്യമായിട്ടുള്ള കുറച്ച് സെൽഫ് കെയർ പരിപാടീസ്, ഭയങ്കരമായിട്ടൊന്നുമില്ല, വളരെ മിനിമലായിട്ടുള്ള രീതിയിൽ. അങ്ങനെ ഹെയർ ഡ്രയർ യൂസ് ചെയ്ത് ഹെയർ ഒന്ന് സെറ്റാക്കി. പിന്നെ ഫസ്റ്റ് മോയ്സ്ചറൈസർ ഇടുകയാണ്. ന്യൂട്രിഡേമിൻ്റെ മോയ്സ്ചറൈസറാണ് ഞാൻ യൂസ് ചെയ്യുന്നത് കേട്ടോ. അതിനുശേഷം സൺസ്ക്രീൻ. നല്ല ചൂടാണല്ലോ, അപ്പോൾ നമ്മൾ അകത്തിരുന്നാലും സൺസ്ക്രീൻ യൂസ് ചെയ്യണം. ഞാൻ പുറത്തേക്ക് പോകുന്നുമുണ്ട്. ദെൻ ഒരു ലിപ് ബാം. ഇത്രയേ ഉള്ളൂ. ഇനി എനിക്ക് വീട്ടിലേക്ക് വിളിക്കണം, അമ്മയെ വിളിക്കണം. അമ്മയെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് വിളിക്കാറുണ്ട് കേട്ടോ. ഫുഡിന് തേങ്ങ ഇടുന്ന പോലെ എപ്പോഴും വിളിക്കാറുണ്ട്. അമ്മയെ വിളിക്കണം, ഫ്രണ്ട്സിനെ വിളിക്കണം, എല്ലാവരെയും വിളിക്കണം. പിന്നെ കുറേ സമയം വെറുതെ ഇങ്ങനെ കിടക്കണം. അങ്ങനെയൊക്കെ കുറച്ച് പരിപാടീസ്. അപ്പോൾ അതിന് ശേഷം എനിക്ക് പുറത്ത് പോകണം ഫുഡ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞാൻ വീട്ടിലേക്ക് വിളിച്ചു. 1.5 മണിക്കൂറോളം അമ്മയോട് സംസാരിച്ചു. കുറേ പേരെ സംസാരിച്ചു. ഹോട്ട്സ്റ്റാറിൽ ബിഗ് ബോസ് കണ്ടു. അങ്ങനെ എന്നെ കണ്ടിട്ട് എനിക്കെന്നെ കുളിക്കാത്ത ഫീലുണ്ട്. എന്താണെന്ന് പറയുക, ലിപ്സ്റ്റിക് ഇടാത്തോണ്ടാണ്. അപ്പോൾ ഞാനിപ്പോൾ പുറത്തേക്ക് ലഞ്ച് വാങ്ങിക്കാൻ പോവുകയാണ്. 10 ദിവസത്തേക്ക് മാത്രം എനിക്ക് ലഞ്ച് പുറത്തുനിന്ന് ഏൽപ്പിച്ചിട്ടുണ്ട്. അത് ഒന്നുമല്ല, 10 ഡേയ്സ് കൂടി ഞാൻ ഇവിടെ ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞ് ഞാൻ ഷിഫ്റ്റ് ചെയ്യും വേറെ റൂമിലേക്ക്. അപ്പോൾ അവിടെ എല്ലാ ഫെസിലിറ്റീസും ഉണ്ടാവും എന്നാണ് പ്രതീക്ഷ. എനിക്കിവിടെ ഫുഡില്ല, പക്ഷേ ബാക്കിയുള്ള പാത്രങ്ങളും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്. അപ്പോൾ 10 ദിവസത്തേക്ക് വേണ്ടി വെറുതെ നമ്മളിങ്ങനെ കുറേ പാത്രങ്ങളൊന്നും വാങ്ങണമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ 10 ദിവസത്തേക്ക് ലഞ്ച് മാത്രം പുറത്തുനിന്ന് മെസ്സിൽ ഏൽപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ അത് പോയി വാങ്ങിക്കണം. അപ്പോൾ അതിന് പോവാണ്. ഭയങ്കര വെയിലാണ്. ഞാൻ ഫുള്ള് പിന്നെ മൂടി കെട്ടിയിട്ടൊക്കെയാണ് പോകാൻ ഉദ്ദേശിക്കണേ. ഈ ലിപ്സ്റ്റിക് ഇടുമ്പോഴൊരു ചേഞ്ച് കാണിച്ചു കേട്ടോ ഫേസിൽ. കണ്ടോ, ലിപ്സ്റ്റിക് ഇട്ട സമയത്തും ലിപ്സ്റ്റിക് ഇടാത്ത സമയത്തുള്ള ഫേസിൻ്റെ ഒരു ചേഞ്ച്. ഇതൊരു മുത്താണ്. ലിപ്സ്റ്റിക് എന്ന് പറഞ്ഞൊരു മുത്താണ്. എനിക്ക് ഭ്രാന്താണ്. ഓക്കെ, അപ്പോൾ എന്തായാലും പോയി വരാം. ഭയങ്കര വൃത്തികെട്ട വെയിലിലേക്ക് ഇറങ്ങാൻ പോവുകയാണ്. അതുകൊണ്ട് ഞാൻ ഈ ഷോളൊക്കെ ഇങ്ങനെ ഇട്ട് പിന്നെ കുടയൊക്കെ ഇട്ട് നടന്ന് പോകണം. ഇവിടെ നിന്ന് കുറച്ച് ദൂരമേ ഉള്ളൂ, പക്ഷേ എങ്കിൽ ഭയങ്കര ടാസ്ക്കാണ്. ഒരു ചടങ്ങാണിത് വാങ്ങി വരിക എന്നുള്ളത്.
ഇത് മേനുക. ഭക്ഷണമൊക്കെ വാങ്ങിച്ച് ഇവിടെ തിരിച്ചെത്തിയിട്ടുണ്ട്. കഴിക്കാൻ സമയമാവുന്നതിൽ എനിക്ക് ഭയങ്കരമായിട്ട് വിശപ്പൊന്നുമില്ല. ഇവിടെ 1 മണിയായി. അപ്പോൾ വെയിൽ ഇനിയും രൂക്ഷമാവുന്നതിനേക്കാളും മുമ്പായിട്ട് ഞാൻ പോയി വാങ്ങിച്ചതാണ് കേട്ടോ. ഫുൾ കവറിങ് ആയിരുന്നു. അപ്പോൾ ഇന്നത്തെ മെസ്സിലെ ഫുഡ് എന്ന് പറയുന്നത് മജ്ബൂസാണ്, നമ്മുടെ ബിരിയാണി തന്നെ. അപ്പോൾ ഞാൻ കുറേ ക്വാണ്ടിറ്റി ഉള്ളതുകൊണ്ട് കുറച്ച് രാത്രിത്തേക്ക് മാറ്റി വെച്ചു, എന്നിട്ട് ബാക്കി കഴിച്ചു. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചു. ഇപ്പോൾ സമയം ഉച്ചയ്ക്ക് 2:30ആയി. ഇനി ഒന്ന് കിടന്നുറങ്ങണം. ഫുൾ ടൈം ഉറക്കം തന്നെ, വേറെ പണിയൊന്നുമില്ലല്ലോ. അപ്പോൾ അങ്ങനെ ഉറങ്ങണം. ഈവനിങ് ചിലപ്പോൾ ഒന്ന് പുറത്ത് പോകണം, വെറുതെ നടന്ന് വരണം എന്നൊരാഗ്രഹമുണ്ട്. അപ്പോഴത്തെ മൂഡ് പോലെ ഇരിക്കും. അപ്പോൾ ഇപ്പോൾ കിടന്നുറങ്ങാൻ പോവാം. അപ്പം ഞാൻ എൻ്റെ ഉച്ചയുറക്കം കഴിഞ്ഞ് എഴുന്നേറ്റപ്പോൾ സമയം ഏകദേശം വൈകിട്ട് 5:10. ഇനി ഒന്ന് ജസ്റ്റ് പുറത്ത് പോകണം. ഒന്നുമില്ല പ്രത്യേകിച്ച്, പുറത്തൊന്ന് പോവുക, അവിടെ ഇവിടെ വായ നോക്കി തിരിച്ചു വരിക, അങ്ങനൊരു പ്ലാനുണ്ട്. പുറത്ത് പോകുന്നതിനേക്കാളും മുമ്പായിട്ട് എനിക്ക് വേസ്റ്റൊക്കെ കൊണ്ട് കളയാനുണ്ടായിരുന്നു. അപ്പോൾ അതിന് ശേഷമാണ് പുറത്ത് പോയത്. അപ്പോൾ ഈവനിങ് വോക്കാണ്. വെറുതെ ചുമ്മാ ഇങ്ങനെ നടന്ന് ഒരു ചായയൊക്കെ കുടിച്ച് ഒന്നുകൂടി റൗണ്ടിൽ നടന്ന് തിരിച്ചു വരും. അത്രയേ ഉള്ളൂ. അപ്പോൾ എനിക്ക് വലിയ പരിചയമൊന്നുമില്ല ഇവിടെ. ജസ്റ്റ് ഇങ്ങനെ നടക്കുന്നു എന്നുള്ള ഒരുപാട് റൂട്ടൊന്നും അറിയില്ല. അതുകൊണ്ട് എനിക്ക് ഇത് നമുക്ക് മെട്രോ കാർഡ് ഉണ്ടെങ്കിൽ ഈ ബസ് കണ്ടോയെന്നറിയില്ല. ഈ ബസ്സിൽ ഫ്രീ ആണ്, നമുക്ക് പൈസ വേണ്ട. അതാണ് ഇവിടെയുള്ള ആകെ ഒരു ഉപകാരം. അതുപോലെ ഗ്യാസിനും വളരെ കുറച്ച് പൈസ മതി. അപ്പോൾ അത് ഞാനിവിടെ വെറുതെ ബസ് സ്റ്റോപ്പിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. ഈ ഒരു സമയത്ത് അധികം ചൂടില്ല, ചൂട് തുടങ്ങുന്നതല്ലേ ഉള്ളൂ. അപ്പോൾ ഈവനിങ് ആകുമ്പോൾ വലിയ ചൂടില്ല. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്കിങ്ങനെ ഇറങ്ങി നടക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ നോക്കിയിരിക്കുകയാണ്. ഹായ് ഹായ്. ബൈ ബൈ. കുറേ സമയം ഒരു നൈജീരിയയിലുള്ളൊരു ആൻറ്റി, അവരോട് സംസാരിച്ച് ബസ് വന്നു. ഇവിടെ ഉണ്ടല്ലോ ബസ്സിന് ഫ്രീ ആണ്. നമ്മൾ മെട്രോ കാർഡ് എടുക്കുകയാണെങ്കിൽ നമുക്ക് ഫ്രീ ആയിട്ട് യാത്ര ചെയ്യാം എവിടേക്ക് വേണമെങ്കിലും. അതുപോലെ മെട്രോയിലാണെങ്കിലും 2 റിയാലാണ്. ഏത് സ്റ്റോപ്പിൽ ഇറങ്ങുകയാണെങ്കിലും 2 റിയാൽ മതി. നമ്മൾ ദുബായിലൊക്കെ ആണെങ്കിൽ ഓരോ സ്റ്റേഷൻ കൂടുന്നതിനനുസരിച്ച് നമുക്ക് റേറ്റ് കൂടുമല്ലോ. ഇവിടെ എല്ലാം 2 റിയാൽ. ഏത് സ്റ്റോപ്പിൽ ഇറങ്ങിയാലും 2 റിയാലാണ്. ബസ്സിന് പൈസ വേണ്ടതാണ്. അങ്ങനെ വീണ്ടും കുറച്ച് സമയം കൂടി ഇങ്ങനെ നടന്ന് എനിക്ക് ചായ കുടിക്കാൻ തോന്നണം. ഇനി അവിടെ റൂമിൽ ചെന്നിട്ട് വേണം എനിക്ക് റാഗി മേക്ക് ചെയ്യാൻ. റാഗി കുടിക്കുന്നൊരു ശീലമായിട്ടുണ്ട്. ഇപ്പോൾ ബ്ലഡ് കുറച്ച് കുറവാണെന്ന് ഡോക്ടർ പറഞ്ഞതുകൊണ്ട് റാഗി സ്ഥിരമാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിന് മുമ്പ് ഇത്തിരി ചായ കുടിക്കണം. അപ്പോൾ ഞാൻ ചായ അന്വേഷിച്ച് നടക്കും. അതൊക്കെ ഉണ്ട് യൂട്യൂബ് ചാനൽ. ഇത് ബസീർക്കല്ലേ? ബസീർക്കയും പിന്നെ ആരാണ്? റഫീഖ്. ഹായ് പറയൂ. ഹായ്. ആയിക്കോട്ടെ. ഇവിടുന്ന് ഒരു ചായയും പഴംപൊരിയും കഴിച്ചു. ഏകദേശം ഇങ്ങനെ ഇരുട്ടി തുടങ്ങാറായി കേട്ടോ. കുറച്ചിങ്ങനെ ഇരുട്ടി തുടങ്ങാറായി. അപ്പം ഞാൻ തിരിച്ച് പോകാൻ പോവുകയാണ്. ഏകദേശം ഇരുട്ടി തുടങ്ങി. എനിക്ക് വലിയ റൂട്ട് അറിയാത്തതുകൊണ്ട് ഒരുപാട് നടക്കാൻ വയ്യ. ഇനി പോകെയുള്ള ദിവസങ്ങളിൽ കുറേ സ്ഥലങ്ങൾ എക്സ്പ്ലോർ ചെയ്യണം. ഇപ്പോൾ തിരിച്ച് റൂമിലേക്ക് പോവാം. അപ്പം ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന റാഗി ഉണ്ടായിരുന്നു. എനിക്കൊരു സ്പൂണ് മതിയാവും, ഒരു സ്പൂൺ തന്നെ ധാരാളം. ഇത് പൊടിപ്പിച്ച അമ്മ കൊടുത്തയച്ച റാഗി ഉണ്ടായിരുന്നു. അതിലേക്ക് കുറച്ച് പാലും കുറച്ച് വെള്ളവും കൂടി ആഡ് ചെയ്തിട്ട് ഞാൻ കുറുക്കിയെടുക്കണം. കുറുക്കെടുക്കാറില്ല, ഒരു കുടിക്കാൻ പറ്റുന്ന രീതിയിൽ. പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. ഇനി എനിക്ക് പോയിട്ട് ഫ്രഷ് ആവണം. എനിക്ക് ഹെയർ വാഷ് ചെയ്യാൻ മടിയാണ്, പക്ഷെ എനിക്ക് മേല് കഴുകൽ മസ്റ്റാണ്. ജസ്റ്റ് ഒന്ന് ഞാൻ പുറത്ത് പോയി വന്നാലും തിരിച്ചെനിക്ക് ബെഡിൽ കയറണമെങ്കിലും മേല് കഴുകണം. അങ്ങനൊരു പ്രശ്നമുണ്ട് എനിക്ക്. അപ്പോൾ അപ്പോഴേക്കിത് ചൂടാറട്ടെ, അപ്പോഴേക്കും ഞാൻ മേലൊക്കെ കഴുകി ഒന്ന് ഫ്രഷ് ആവണം. എനിക്കത് എന്തോ ഒരു പ്രശ്നമാണ്. ഞാൻ ഇപ്പോൾ മേല് കഴുകി ഒന്ന് പുറത്തേക്ക് പോയിട്ട് തിരിച്ച് വന്നാലും എനിക്ക് മേല് കഴുകണം. അങ്ങനത്തെ ഒരു വൃത്തിയുടെ സ്വഭാവമുണ്ട്. അപ്പോൾ ഫ്രഷ് ആയിട്ട് അത് കുടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഫ്രഷായിട്ട് വന്നിട്ട് റാഗി കുടിക്കുകയാണ്. പിന്നെന്താ, ഇനി ഡിന്നർ കഴിക്കണം. ഡിന്നർ കഴിക്കുകയാണ്. ഇപ്പോൾ സമയം 8:30, ഇവിടെ 8:30 സമയം. അപ്പോൾ ഉച്ചയ്ക്ക് ഞാൻ കഴിച്ച ബിരിയാണി ഞാൻ കുറേ ഉണ്ടായപ്പോൾ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു രാത്രിത്തേക്ക്. കേട് വന്നിട്ടൊന്നുമില്ല, സേഫായിട്ടാണ് വെച്ചത്. അപ്പോൾ അത് കഴിക്കുകയാണ്. ഒരു പഴം. അപ്പോൾ ഇത് രണ്ടുമാണ് ഇന്നത്തെ ഡിന്നർ എന്ന് പറയുന്നത്. അങ്ങനെ മാറും. ഈ ചിലപ്പോൾ ഫ്രൂട്ട്സ് മാത്രം കഴിക്കും, അങ്ങനെയൊക്കെയാണ്. അതുപോലെ വേറൊരു കാര്യം കാണിച്ചിട്ട്, എനിക്ക് ഇടയ്ക്കിടയ്ക്ക് വിശക്കുമ്പോൾ കഴിക്കാനായിട്ട് ചോക്ലേറ്റ് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്.
അപ്പോൾ എൻ്റെ ഡിന്നറൊക്കെ കഴിഞ്ഞു. ഞാൻ ജസ്റ്റ് ഒന്ന് ഫേസ് വാഷ് ചെയ്തു. അതിനുശേഷം എനിക്ക് ചെറിയൊരു സ്കിൻ കെയർ, മോയ്സ്ചറൈസറും ലിപ് ബാമും. സ്കിൻ കെയർ ഒക്കെ കഴിഞ്ഞു. ഇനി വീട്ടിലേക്ക് വിളിക്കാൻ പോവുകയാണ്. വീട്ടിലെ വിളി എന്ന് പറയുന്നത് ഏകദേശം ഒരു 1.5 മണിക്കൂർ നീണ്ടു നിൽക്കും. ഇപ്പോൾ സമയം ഇവിടെ 10 മണി ആവാറായി. അപ്പോൾ അവിടെ സമയം കുറേ ആയിട്ടുണ്ടാവും. അപ്പോൾ അധികം കിടന്ന് വെറുപ്പിക്കൂല. എന്നാലും ചെറുതായിട്ടൊന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ എനിക്കൊരു സമാധാനം ഉണ്ടാവില്ല. അപ്പോൾ വിളിക്കും. പിന്നെന്താ, ഇന്ന് ഈവനിങ് ഞാൻ നന്നായിട്ട് കിടന്നുറങ്ങിയതുകൊണ്ട് ലേറ്റായിട്ടേ ഉറങ്ങുള്ളൂ. അപ്പോൾ കുറച്ച് പരിപാടി, ഹോട്ട്സ്റ്റാറിൽ കുറച്ച് പരിപാടീസൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കാണണം. അങ്ങനെ വിളിച്ച് സംസാരിച്ചു. നാട്ടിൽ ഭയങ്കര മഴയാണ് എന്നൊക്കെ കേട്ടപ്പോൾ എനിക്ക് ശരിക്കും മിസ് ചെയ്യുന്നുണ്ട്. കാരണം അവിടുത്തെ ചൂട് മുഴുവനും സഹിച്ചിട്ടാണ് ഞാൻ ഇവിടെ എത്തിയപ്പോൾ ഇവിടുത്തെ ചൂട് സഹിക്കുന്നു. അവിടെ മഴ എന്ന് പറയുന്നത് എൻ്റെ എവർ ടൈം ഫേവറേറ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ്. അപ്പോൾ അത് മിസ് ചെയ്യുന്നുണ്ട്. സാരമില്ല. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ എൻ്റെ ഒരു ഹോളിഡേ എന്ന് പറയുന്നത് കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ പുതിയതാണ്, ഏകദേശം ഒരാഴ്ചയായിട്ടേ ഉള്ളൂ എത്തിയിട്ട്. അപ്പോൾ അതിൻ്റെ ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ എന്ന് പറയില്ലേ, നമ്മുടെ പുതിയ ഒരു സ്ഥലത്തോട് അഡാപ്റ്റ് ആവുന്നതിനുള്ള ബുദ്ധിമുട്ടും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അല്ലാതെ ഇതായിരിക്കണം എന്നില്ലല്ലോ എൻ്റെ അടുത്ത ദിവസം. ഞാൻ വിചാരിക്കും നാട്ടിലാവുമ്പോൾ ഇങ്ങനെയേ അല്ല, ഓരോ ഡേയും വേറെ വേറെ ആയിരിക്കും. ഇവിടെ അങ്ങനെ തന്നെയാണ്. എന്നാൽ പോലും ഇപ്പോൾ എൻ്റെ സ്റ്റാർട്ടിങ്ങിൽ ഞാൻ വന്ന ഒരാഴ്ചയായിട്ടുള്ളൂ. അപ്പോൾ ആ ഒരു ഡേ ഇങ്ങനെയാണ്, ഒരു ഹോളിഡേ ഇങ്ങനെയാണ് പോണത്. പിന്നെന്താ, അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. പ്രത്യേകിച്ച് ഭയങ്കര സംഭവമായിട്ടൊന്നുമില്ല. ഞാൻ പോസ്റ്റ് ചെയ്യണമെന്ന് ആലോചിക്കട്ടെ. അപ്പോൾ എന്തായാലും ഇപ്പോൾ കിടന്ന് ഉറങ്ങാൻ പോവാണ്. അപ്പോൾ അടുത്തൊരു വ്ളോഗായിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ വരും. അതുവരെ ബൈ.